ഇരിങ്ങാലക്കുടയിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ള. കരുവന്നൂരിന് ശേഷം കോൺഗ്രസ് ഭരിക്കുന്ന ITU ബാങ്കിന് RBIയുടെ മൊറട്ടോറിയം. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കാണ് തകർച്ചയുടെ വക്കിലായത്. ബാങ്കിന്റെ പ്രവർത്തനം നഷ്ടത്തിലായതോടെയാണ് RBIയുടെ നടപടി. റിസർവ് ബാങ്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതോടെ പണം പിൻവലിക്കാനാകാതെ നിക്ഷേപകർ 500 കോടിയിലധികം രൂപയുടെ കിട്ടാക്കടമാണ് ബാങ്കിനുള്ളത്. 36 വർഷമായി ബാങ്കിന്റെ ചെയർമാനായി തുടരുന്ന കോൺഗ്രസ് നേതാവ് MP ജാക്സനാണ് ബാങ്കിനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടതെന്നും ഇത് മറയ്ക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നും ആരോപിച്ച് BJP രംഗത്തെത്തി. ഇത് ഇരിങ്ങാലക്കുട സ്വദേശി ഡേവിസ്. 30 വർഷത്തെ തൻ്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു. ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ കൊണ്ടാണ് ഡേവിസിൻ്റെയും ഭാര്യയുടെയും ജീവിതം. ശാരീരിക ബുദ്ധിമുട്ടുകൾ തളർത്തിയതോടെ പണം തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണ് തുക പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നറിയുന്നത്. ഇതോടെ ഇദ്ദേഹത്തിന്റെ ചികിത്സ പൂർണ്ണമായും മുടങ്ങി. ഇവിടുത്തെ മാനേജർ പറഞ്ഞു ചെയർമാനെ കാണാനായിട്ട്. ചെയർമാനെ കണ്ടപ്പോൾ ചെയർമാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ RBIയുടെ ഇതില്ലാണ്ട് എന്ത് സഹായവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ ചത്താൽ പോലും സഹായിക്കാൻ പറ്റില്ല RBIയുടെ ഇതില്ലാണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നടത്തി തരാം. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റ് ജെയിംസിലും ഞങ്ങൾക്ക് ആൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഔദാര്യം വേണ്ട. ഓപ്പറേഷൻ നടത്തി ബാക്കിയുള്ള ചിലവുകൾ ആരെടുക്കുക? ഈ നിങ്ങൾ ആ ഒരു വരുമാനം കൊണ്ട് ലക്ഷങ്ങൾ ബാങ്ക് എന്താ പറയുക, ഒരു 30 വർഷത്തോളം അന്യനാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഇവിടെ കൊണ്ടിട്ടാണ്. 1-2 രൂപയല്ല കൊണ്ടിട്ടാണ്. 1-2 വർഷം കഷ്ടപ്പെട്ടതല്ല. നിലവിൽ അപ്പച്ചന് ഒരു ഓപ്പറേഷൻ പോയിട്ട് ഒരു മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ്. ഇവിടുത്തെ പലിശ കിട്ടിയിട്ട് ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതം വേണമെങ്കിൽ ഇവിടുന്ന് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യുക. അതാണ് ഞങ്ങളുടെ അവസാനത്തെ തീരുമാനം. ഡേവിസിന് മാത്രമല്ല ഈ ദുർഗതി. ബാങ്കിന്റെ 19 ബ്രാഞ്ചുകളിലെ 3500-ലധികം നിക്ഷേപകരാണ് നിലവിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഇത് ബാൻ ചെയ്ത കാരണം കൊണ്ട് എനിക്കിപ്പോൾ ഒരു പൈസയും കിട്ടാൻ വഴിയില്ല. എൻ്റെ ഒരു കാര്യങ്ങൾ നടക്കണമില്ല. പിന്നെ ഞാനൊരു കുറി കമ്പനികളിൽ ഉണ്ട്. അപ്പോൾ അവിടെ കുറികളൊക്കെ വെക്കാനൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയും അത് വേഗം കിട്ടാനായിട്ടുള്ള വഴി എന്തെങ്കിലും വഴി കാണിച്ചിട്ട് മാസം തോറും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് പൈസ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി തരണം. കഴിഞ്ഞ 36 വർഷമായി ബാങ്ക് ചെയർമാനായി തുടരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് MP ജാക്സന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ തകർച്ചയ്ക്ക് പിന്നിൽ. 500 കോടി രൂപയുടെ കിട്ടാക്കടമാണ് ബാങ്കിനുള്ളത്. കൂടാതെ വർഷം 50 കോടി രൂപയിലധികം നഷ്ടവും. ഈ സാഹചര്യത്തിലാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര പരാതിയുമായി റിസർവ് ബാങ്കിനെ സമീപിച്ചത്. ഈ പട്ടണത്തിലെ ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. കാരണം കച്ചവടക്കാരായാലും ഇവിടുത്തെ അന്തേവാസികളായാലും എല്ലാവർക്കും തന്നെ ഈ ബാങ്കുമായിട്ട് നിക്ഷേപങ്ങളുള്ളവരാണ്. നോൺ ബാങ്കിങ് അസറ്റ് ബാങ്കിനുള്ളത് കൊണ്ട് ബാങ്കിന് ഈ ദുർഘടസന്ധിയിൽ നിന്ന് മോചനം അത്ര എളുപ്പമാവില്ല. എൻ്റെ പഠനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കോടി രൂപയോളം മൂലധന നിക്ഷേപമായിട്ട് വന്നാൽ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം. കഴിഞ്ഞ ഫെബ്രുവരി മാസം റിസർവ് ബാങ്ക് ഇവിടെ ഓഡിറ്റ് നടത്തിയിരുന്നു. ജൂലൈ 30-ന് മിന്നൽ പരിശോധനയും നടത്തിയ RBI സംഘം ബാങ്കിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് ഇതെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. 19 ശാഖകളിലായിട്ട് 35,000-ഓളം നിക്ഷേപകരുള്ളൊരു കേരളത്തിലെ 5 വലിയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് 35,000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കും. ഈ ഒരു സംഭവം കരുവന്നൂർ ബാങ്കിൽ CPM ചെയ്തേക്കാളും വളരെ ആഴവും വ്യാപ്തിയുമുള്ള ഒരു സാമൂഹിക പ്രശ്നമായിട്ട് വളരാൻ പോവുകയാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇതിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നം പറഞ്ഞ് കേരളം ഒട്ടാകെ ഇവർ സമരം നടത്തിയത്. ഈ ഒരു കാര്യം ലോൺ കൂട്ടി വെച്ച് കൊടുക്കുന്ന ഒരു മാഫിയ തന്നെ ഇരിങ്ങാലക്കുടയിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പരിണത ഫലമാണ് ഇന്ന് ഈ നിക്ഷേപകർക്കുണ്ടായിട്ടുള്ള ഈ അവസ്ഥ. എന്തായാലും RBI ഇതിൽ ഇടപെട്ടു, വളരെ നല്ല കാര്യം. പക്ഷേ ഇപ്പോഴും ബാങ്കിൻ്റെ ഭരണ ചുമതല ഈ ബോർഡിനെ തന്നെയാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കൂടിയും റിസർവ് ബാങ്ക് ഏറ്റെടുത്താലേ ഇതിന് വ്യക്തമായൊരു നല്ലൊരു രീതിയിൽ തകരാണ്ടത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇത് തകർച്ചയിലേക്ക് പോകും. നിങ്ങൾ കരുവന്നൂർ കണ്ട പോലെ ഒരുപാട് ആത്മഹത്യകളും മരണങ്ങളും നിങ്ങൾക്ക് ഇരിങ്ങാലക്കുടയിൽ കാണാൻ കഴിയും. വളരെ വേദനാജനകമായൊരു അവസ്ഥയാണത്. അപ്പോൾ RBI ആ ഒരു കാര്യത്തിലും കൂടി ഇടപെടണം. ഈ ബാങ്കിൻ്റെ ഭരണം കൂടി ഇന്ന് വരുന്ന നാളുകളിൽ. നിലവിൽ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുക.
പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കരുത് എന്നും നിക്ഷേപത്തുക മടക്കി നൽകരുത് എന്നുമാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിൽ CPM നടത്തിയ തട്ടിപ്പിന് സമാനമായ അവസ്ഥയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ നേരിടുന്നത്. ജനം, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ള ഉണ്ടായിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, കരുവന്നൂർ കൊള്ളയെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള അതിഭീകരമായ ഒരു കൊള്ള, അതാണ് ഈ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. 500 കോടിയുടെ കിട്ടാക്കടം എന്ന് പറയുമ്പോൾ ആ ബാങ്ക് എത്രത്തോളം വലിയ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മാത്രവുമല്ല, 36 വർഷമായി ഈ ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ MP ജാക്സൺ. കരുവന്നൂരിൽ CPM ആണ് ഈ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചതെങ്കിൽ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് വരുമ്പോൾ ഇവിടെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. വലിയ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും പ്രധാനമായും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഈ ലോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കൃത്യവിലോപം പൂർണ്ണമായും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി കോൺഗ്രസ് നേതാവായിട്ടുള്ള MP ജാക്സൺ ഇദ്ദേഹത്തിന്റെ സിബന്ധികളായിട്ടുള്ള ആളുകളെ ഈ ബാങ്കിന്റെ ഭരണത്തിലേക്ക് തിരികെ കയറ്റുകയും ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി ലോണുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങളുടെയും കോടികളുടെയും ലോണുകളാണ് നൽകിയിട്ടുള്ളത്. ഈ ലോണുകൾ തിരിച്ചടയ്ക്കാതെ വരികയും ഇതുമായി ബന്ധപ്പെട്ട് ജപ്തി നേരിടുന്ന സമയത്ത് ഈ തുക കുറച്ച് കാണിച്ചുകൊണ്ട് തുക കൂട്ടി കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ലോണുകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 36 വർഷം കൊണ്ടാണ് ഈ ബാങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരായിട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ വ്യാപാരികളും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപ തുകകൾ ഒന്നും തന്നെ നിലവിൽ ഇപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഈ പരാതി പ്രകാരം ആണ് റിസർവ് ബാങ്കിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ബാങ്കിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ തന്നെ റിസർവ് ബാങ്ക് ഇവിടെ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇതിൽ നിന്നും ഏകദേശം വർഷം 50 കോടി രൂപയുടെ നഷ്ടത്തിലാണ് നിലവിൽ ബാങ്ക് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ഇതേ അവസ്ഥയിൽ ബാങ്ക് മുമ്പോട്ട് പോയാൽ ഒരു വലിയ തകർച്ചയിലേക്ക് പോകും. പൂർണ്ണമായും നിക്ഷേപകരുടെ തുകയെല്ലാം തന്നെ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടതോടുകൂടിയാണ് റിസർവ് ബാങ്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി ബാങ്കിൽ മിന്നൽ പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഒരു 50 കോടി രൂപ വർഷം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ബാങ്കിനെ പിടിച്ചു നിർത്താനാകൂ എന്നുള്ളതാണ്, ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താനാകൂ എന്നുള്ളതാണ് റിസർവ് ബാങ്ക് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ പുതിയ ഡെപ്പോസിറ്റുകൾ വാങ്ങരുതെന്നും അതുപോലെ തന്നെ ഈ പണം പിൻവലിക്കാൻ നിക്ഷേപകർക്ക് പണം പിൻവലിക്കുന്നതിനും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് റിസർവ് ബാങ്ക് ചെയ്തിട്ടുള്ളത്. പരമാവധി 10,000 രൂപ മാത്രമാണ് പരമാവധി 10,000 രൂപ മാത്രമാണ് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് പിൻവലിക്കാൻ കഴിയുന്ന തുക. 500 കോടിയിലധികം രൂപയുടെ കിട്ടാക്കടമാണ് ബാങ്കിനുള്ളത്. വലിയ പ്രതിസന്ധി. കരുവന്നൂരിന്റെ തൊട്ടുപുറകെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ കൂടി വലിയ കൊള്ള നടന്നിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളാണ് സുബിൻ പങ്കുവച്ചത്.